കുറേ ആയില്ലോ നമ്മൾ വീഡിയോ ഇട്ടിട്ട് യൂട്യൂബിൽ. നിങ്ങൾക്ക് ചെയ്തോളൂ മക്കളെ ഒറ്റയ്ക്ക്? എല്ലാത്തിനും ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണോ? കുറേ ആയി, മാസങ്ങളായി. നമുക്കൊരു വീഡിയോ ചെയ്താലോ? എന്ത് വീഡിയോ ചെയ്യാം? പീരീഡ്സിനെ പറ്റിയിട്ടാലോ? അതെന്നോ? അത് പീരീഡ്സ് എന്താ അതെന്ന് പറയാന്? ഓൻ പറയില്ലല്ലോ അങ്ങനെ അതെന്ന്. അക്കതിന് പറഞ്ഞില്ലല്ലോ അല്ലേ? എടാ എനിക്ക് അതിനെ പറ്റി പറഞ്ഞു തന്നിട്ടില്ലല്ലോ അല്ലേ? എനിക്ക് ഏകദേശം എൻ്റെ പ്രായമൊക്കെ ആവണതിന് മുന്നേ നമ്മളൊക്കെ പറഞ്ഞു തോന്നി. ഓക്കെ, അപ്പം എൻ്റെ വയസ്സിൽ എനിക്കൊരു പെൺകുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഏജ് അറ്റൻഡ് ചെയ്യാനൊക്കെ ആയി. മനസ്സിലായോ? പീരീഡ്സ് എന്ന് പറഞ്ഞ സാധനം അതെന്ന് പറയാനുള്ളതല്ല. ഇതെന്തുകൊണ്ടാണ് എനിക്ക് പറഞ്ഞു തരുന്നത് അറിയോ? ഇവിടെ പെൺകുട്ടികളില്ലല്ലോ, നമ്മൾ 3 ആൺകുട്ടികളല്ലേ. അതിനെക്കൊണ്ട് നിങ്ങൾക്ക് അറിയില്ലല്ലോ. എനിക്ക് പീരീഡ്സ് ആകുമ്പം എന്താ പറയുക, വയറുവേദന അങ്ങനൊന്നും ഉണ്ടാവലുമില്ല. അപ്പം നിങ്ങൾക്ക് അതിനെ പറ്റി അറിയില്ലല്ലോ, അപ്പം പറഞ്ഞേ. നമുക്കറിയടാ? അറിയാം, മാസം മാസം ഉണ്ടാവണല്ലേ. എത്ര പെട്ടെന്ന് കഴിഞ്ഞ ആൻസർ. പീരീഡ്സ് എന്ന് പറഞ്ഞാലേ ഭയങ്കര ഭംഗിയുള്ളൊരു സംഭവത്തിനെ മറ്റുള്ളവർ പറഞ്ഞ് വൃത്തികളാക്കി. മനസ്സിലായോ? അറിയുന്നവരും അറിയാത്തവരും ഓരോ കോലത്തിൽ പറഞ്ഞിട്ട് വൃത്തികേടാക്കി. സംഭവം എനിക്കിപ്പോൾ ഒരു ഫുട്ബോളിന് സെലക്ഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നെബു ഇതൊന്നും മിണ്ടാത്ത ആഗ്രഹിക്കുകയാണെന്ന് വിചാരിച്ചോ? അപ്പം ജയന് നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത്, പക്ഷെ എനിക്ക് എന്തായില്ല, സെലക്ഷൻ കിട്ടിയില്ല. അപ്പൊ ദേഷ്യം എന്താക്കും? തീർക്കൂലേ? ചിലപ്പം ബോൾ കുത്തി കീറിട്ടായിരിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കും അല്ലേ? അതേപോലെ തന്നെയാണ് പീരീഡ്സും. അതായത് ഒരു ഗർഭപാത്രം അമ്മയാവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. അതിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 1 മന്താവും ആ പ്രൊസീജിയർ. ഓക്കെ, ഈ 1 മന്തിൽ എനിക്ക് അമ്മയാവാൻ പറ്റിയില്ല എന്ന് ഗർഭപാത്രം മനസ്സിലാക്കുമ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ഈ സാധനം ഫുള്ള് എന്താവും? പൊട്ടിച്ച് ഇല്ലാണ്ടാക്കിയിട്ട് പുറന്തള്ളും. അതാണ് പീരീഡ്സ്. വീണ്ടും ആ മെത്തേഡ് വീണ്ടും തുടരും. വീണ്ടും അതൊരു അമ്മയാവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കും. അതിനെ ഈ നേരത്തെ എന്ന് പറഞ്ഞില്ലേ, ഒരു പെണ്ണ് അമ്മയാവാൻ വേണ്ടിയിട്ട് റെഡി ആണെങ്കിലല്ലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? അതിന് ഞാൻ റെഡി ആയിട്ട് കാര്യമില്ല, എൻ്റെ ഗർഭപാത്രം റെഡി ആവണ്ടേ? ആ സാധനത്തിന് അതെന്ന് പറയാനില്ല. ആ സമയത്ത് ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് ഒരുപാട് ഇടങ്ങേറുകളുണ്ടാവും മാനസികമായിട്ട്. മനസ്സിലായോ? ചിലവർക്ക് വയറുവേദന ഉണ്ടാവും, ചിലവർക്ക് ദേഷ്യമായിരിക്കും, ഇങ്ങനെ കുറേ സാധനങ്ങൾ കാണിക്കും. അപ്പം ഓരോട് ചൂടാവാനല്ല. ഓക്കെ, ഓരോ കൂട്ടിപ്പിടിക്കുക. അപ്പം നിങ്ങൾ ആൺകുട്ടികളാണ്, നാളെ ചിലപ്പോൾ എന്താവും, വലിയ പുരുഷന്മാരൊക്കെ ആയിട്ട് കല്യാണമൊക്കെ കഴിക്കൂലേ? അപ്പം നിങ്ങൾക്കൊരു പെണ്ണ് വരൂലേ? ഞാനിപ്പോൾ ഇത് പറഞ്ഞു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയോ? ആണുങ്ങൾക്ക് പീരീഡ്സ് ഇല്ലല്ലോ, ഞാൻ പറഞ്ഞു തരുന്ന അറിവിലുണ്ടാവുള്ളൂ. എനിക്ക് ഈ വയറുവേദന ബാക്കിയുള്ളതൊന്നും നിങ്ങൾ കാണാത്തതുകൊണ്ട്, നിങ്ങളത് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ നാളെ വരുന്ന പെൺകുട്ടീനോട് പറയും, ഓ എനിക്ക് മാത്രമുള്ള പീരീഡ്സ്, എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും അല്ലേ? നിങ്ങൾക്ക് പെങ്ങളെന്ന് പറയാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതും അറിയില്ല. അപ്പോൾ ആർക്കും മോശം? എനിക്കല്ല മോശം. ഞാനത് പറഞ്ഞിട്ടേ ഇതാണ് പീരീഡ്സ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ആൺകുട്ടികൾ കുറേ സാധനങ്ങളൊക്കെ ചർച്ച ചെയ്യും. ചർച്ച ചെയ്യുമ്പം എൻ്റെ ഫ്രണ്ട്സോ ആരെങ്കിലും ഈ പീരീഡ്സിനെ പറ്റി പറയുമ്പം ഇതേപോലെ അയ്യേ എന്ന് പറയരുത്.
അല്ലെങ്കിൽ ഓരതൊരു കളിയാക്കൽ രീതിയിൽ പറയുന്ന സമയത്ത് എടാ അതല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് തിരുത്തി കൊടുക്കണം. മനസ്സിലായോ? ഇത്രയും ഭംഗിയുള്ളൊരു സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് തിരുത്തി കൊടുക്കണം. ഓക്കെ?